welcome back to our channel and Food&Travel. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിടിക്കാച്ചി Grape Pickle ആണ്. വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ആദ്യം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വന്നിട്ടുള്ളത് കറുത്ത മുന്തിരി കൊണ്ട് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തു. ഇനി ഞാൻ ഇതിൽ ചേർത്താൻ പോകുന്നത് പൊടിച്ചു വെച്ചിട്ടുള്ള കടുകാണ്. അത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു ബൾബ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനത് മുറിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. മുളക് പൊടി, നമ്മളിത് അച്ചാർ പൊടിയൊന്നുമല്ല ചേർക്കുന്നത്, സെപ്പറേറ്റ് പൊടികൾ ഇട്ടിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി അതിലോട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അത് ഞാൻ വിട്ടുപോയതാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരി മസാലകളൊക്കെ കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് ഈ ഒരു പരുവാകുമ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ വിനാഗിരി ഒഴിക്കുമ്പോൾ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് ഒരു നല്ല കുറുകിയ ഒരു പാകത്തിനായി കിട്ടും. അതാണ് ഈ അച്ചാറിൻ്റെ ഒരു പരുവം. നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. ഇതുപോലെ. ഇനി ഈ അച്ചാർ ഇരിക്കും തോറും എന്ന് വെച്ചാൽ നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്ത് ഇതിലും കുറുകി കിട്ടും. ഇത്ര തന്നെ ഉള്ളൂ. അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ എല്ലാവരും അറിയിക്കുക. താങ്ക് യു. ഇഷ്ടപ്പെടാൻ തീർച്ചയായും ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ബെൽ ബട്ടൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിടക്കാത്ത വ്ലോഗുമായി പിന്നെ ബൈ.